ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം തുടരുന്നു. ലൈസൻസ് എടുക്കാൻ വരുന്നവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കും. എന്നാൽ മുട്ടത്തറയിലടക്കം ഇന്ന് തീയതി നൽകിയവർ ലൈസൻസ് എടുക്കാൻ എത്തിയില്ല. നിർഭൻ ചേരുന്നു. നിർഭൻ, ഈ സമരം, ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സമരം തുടരുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുകയാണ്. തീർച്ചയായും ഷമ്മി, മുട്ടത്തറയിലടക്കം തിരുവനന്തപുരത്ത് സർക്കാർ നേരിട്ട് സംവിധാനം ഒരുക്കിയ ഒരു കേന്ദ്രമാണ് മുട്ടത്തറ. നേരത്തെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് ഉള്ള സംവിധാനങ്ങൾ ഇന്ന് 23 പേരുടെ പട്ടികയാണ് നൽകിയിരുന്നത്. ഇന്ന് രാവിലെ തന്നെ 8:30-ക്ക് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെത്തി ടെസ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ലിസ്റ്റ് വിളിച്ചു. പക്ഷേ 23 പേരും ഹാജരായില്ല. കാരണം പലരും നേരത്തെ ഡ്രൈവിംഗ് സ്കൂളുകാർ വഴി ലൈസൻസിന് അപേക്ഷ നൽകിയവരാണ്. അവരൊക്കെ തന്നെ ഇന്ന് വരരുതെന്ന നിർദ്ദേശം ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രത്യേകിച്ച് സമരസമിതി നൽകിയിരുന്നു. അതുകൊണ്ട് അവരാരും എത്തിയിരുന്നില്ല. മുട്ടത്തറയിൽ ഇപ്പോഴും പ്രതിഷേധം എല്ലാ ദിവസവും 80 ദിവസമായി പ്രതിഷേധം തുടരുന്നുണ്ട്. ഇന്നും പ്രതിഷേധം തുടരുകയാണ്. ഈ ഡ്രൈവിംഗ് പരിഷ്കാരത്തിന് തങ്ങൾ എതിരല്ല, പക്ഷേ നമ്മളോട് കൂടിയാലോചന നടത്തിയിട്ടില്ല. ഒപ്പം തന്നെ വാഹനം 15 വർഷമായ വാഹനം ഉടനടി മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ സൗകര്യം ഒരുക്കുക എന്നതാണ് അവർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ശാസ്ത്രീയമായ പല മാറ്റങ്ങൾക്കും സമയം വേണം. അതിനുള്ള കാലം അനുവദിച്ചു തന്നില്ല, സമയം അനുവദിച്ചു തന്നില്ല. ഏകപക്ഷീയമായി സർക്കാർ മുന്നോട്ട് പോകുന്നു, മന്ത്രി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ സമരസമിതി പറയുന്നത്. CIT ഒഴിച്ചുള്ള മറ്റ് സംഘടനകളാണ് മുന്നോട്ട് പോകുന്നത്. പരമാവധി ഇളവ് ഈ സമരക്കാർക്ക് സർക്കാർ നൽകിയിരുന്നു. നേരത്തെ 30 ആയിരുന്നു, അതിൻ്റെ പരിധി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണകളിലൊക്കെ നേരത്തെ തന്നെ 60 പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. അത്രയും പോരാ, അതിൽ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നൊക്കെ നിലപാട് ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശാസ്ത്രീയമായ മാറ്റങ്ങളാണ് സർക്കാർ പ്രത്യേകിച്ച് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിർദ്ദേശിക്കുന്നത്. ഒന്ന്, 15 വർഷമായ വാഹനങ്ങൾ മാറ്റണം. ഒപ്പം തന്നെ പരിശീലകർ വ്യക്തമായ പരിശീലനം നേടിയവരായിരിക്കണം, അവർക്ക് കോഴ്സ് പാസ്സായവരായിരിക്കണം, അവർക്ക് വ്യക്തമായ ഇതിനുള്ള വിദഗ്ധരായിരിക്കണമെന്നാണ് നിർദ്ദേശം. റിവേഴ്സ് പാർക്കിങ്ങും ഫ്രണ്ട് പാർക്കിങ്ങും വേണം. കയറ്റത്തിൽ വാഹനം ഓടിച്ച് നിർത്തണം, സ്റ്റോപ്പ് അവിടെ പാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെയുള്ള ശാസ്ത്രീയമായ റോഡിലിറങ്ങുമ്പോൾ ഈ പറഞ്ഞ അപകടങ്ങൾ ഒഴിവാക്കുകയാണ് ഈ ശാസ്ത്രീയ പരിഷ്കരണത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ ഇതിനുവേണ്ട സമയപരിധിയോ അവരുടെ കൂടിയാലോചന നടത്തിയിട്ടില്ല. ഇന്നത്തെ പൊതുവിലുള്ള സ്ഥിതി നോക്കുമ്പോൾ പോലീസിൻ്റെ സഹായത്തോടെയായിരുന്നാലും സ്വന്തം വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ വരുന്നവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കാനാണ് സർക്കാർ നിർദ്ദേശം. പക്ഷേ ഈ സമര കേന്ദ്രങ്ങളിലൊന്നും ആരും എത്തിച്ചേരുന്നില്ല. കാരണം പലരും നേരത്തെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ വഴി അപേക്ഷ നൽകിയിരുന്നവരാണ്. അവരോട് വരണ്ട എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ സ്വന്തം വാഹനമായി ആര് ടെസ്റ്റ് എടുക്കാൻ വന്നിരുന്നാലും എല്ലാ കേന്ദ്രങ്ങളിലും സജ്ജീകരിച്ചിട്ടുണ്ട്. നേരത്തെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പരിശീലനത്തിന് അവർ ഭൂമി വിലക്ക് വാങ്ങി വാടകയ്ക്കെടുത്ത സ്ഥലങ്ങളിലാണ് ഈ ടെസ്റ്റ് എടുത്തിരുന്നത്. അവർ ഈ പ്രദേശങ്ങൾ പൂർണ്ണമായി അടച്ചിട്ടതിനാൽ സ്വന്തമായി സർക്കാരും KSRTCയും സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. KSRTC 27 സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഒഴിഞ്ഞ ഭൂമിയിലടക്കം സർക്കാർ ഈ പരിഷ്കാര നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പോലീസിൻ്റെ സഹായത്തോടെയായിരുന്നാലും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പൂർത്തിയാക്കുമെന്നതാണ് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം. ഷമ്മി, നിർഭനാണ് വിവരങ്ങൾ നൽകിയത്.